ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. വിജയത്തിലേക്ക് കുറുക്കു വഴികളൊന്നുമില്ല എന്ന് നമുക്കറിയാം. ഏതൊരു സാധാരണക്കാരനും അയാളുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്നത്തെ മിഡിൽ ക്ലാസ് ലൈഫ്, അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് ബാധ്യതകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഒരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എപ്പോഴും സാധിക്കുന്നത്. നമുക്ക് ചുറ്റും തൊഴിലില്ലായ്മകൾ വളരെയധികം രൂക്ഷമാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളിലേക്കാണ് ഓരോ ദിവസവും അദ്ദേഹം കടന്നു പോകുന്നത്. പക്ഷെ അദ്ദേഹം നേരിടേണ്ടി വരുന്ന ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെയും വലിയ മാനസികമായ ഒരു അസ്വസ്ഥതയോടുകൂടി അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ചുറ്റും നമുക്ക് ആവശ്യമുള്ള പണം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടി ഒട്ടനവധി EMI പ്രോഗ്രാമുകൾ നമുക്ക് ചുറ്റും ഇന്ന് ലഭ്യമാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇത്തരം പദ്ധതികളിലേക്ക് വഴിമാറിപ്പോകുന്നതായി കാണാം. ഒട്ടുമിക്ക ആളുകൾക്കും EMI എന്ന് പറയുന്ന കടം എന്ന് പറയുന്ന വലിയ ഒരു പ്രോസസ്സിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടെയാണ് ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് കടം വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം. ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും തീരുമാനിക്കുന്നത് അദ്ദേഹമല്ല. നമുക്കറിയാം, ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ജീവിതവുമായി ഒരുമിച്ച് ചേർന്ന ഒരു പ്രോഗ്രാമാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ആഘോഷങ്ങളുടെ കാര്യത്തിൽ ഒക്കെ അതിനുവേണ്ടിയുള്ള വരുമാനം നമുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി ഒന്നുകിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടർന്ന് തന്നെ മുന്നോട്ട് പോവുക, അതിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക, അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വരുമാനം നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയാതെ വരുമ്പോഴാണ് മറ്റു രീതിയിൽ അദ്ദേഹം അതിനു വേണ്ട വരുമാനം കണ്ടെത്താനുള്ള ശ്രമത്തിന് നിർബന്ധിതനാവുന്നത്. അപ്പോഴാണ് വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് പണം തരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഫിനാൻഷ്യൽ പ്രോഗ്രാം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. സാധാരണക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഇമോഷൻ നിയന്ത്രിക്കാൻ കഴിയാതെ അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം. പക്ഷെ ഒരിക്കലും ഒരു ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും അദ്ദേഹത്തിന് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ ലഭിക്കുന്നില്ല. കാരണം 8 മണിക്കൂർ മാത്രമാണ് ഒരു വ്യക്തിക്ക് ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഓവർ ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് അല്പം കൂടി മണിക്കൂറുകൾ വേണമെങ്കിൽ ചെലവഴിക്കാം. എന്നാൽ പോലും അതിന് ഏറെ പരിമിതികൾ ഉണ്ട്. ഇവിടെയാണ് സമയം എന്ന് പറയുന്ന വളരെ വലിയ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവുന്നത്. സമയത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി കടബാധ്യതയിലേക്ക് തള്ളി നീക്കപ്പെടുന്നത് അദ്ദേഹം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണം എന്ന് പറയുന്ന ആ ഒരു വാല്യൂ, ഊർജത്തിനെ കണ്ടെത്താൻ ശേഷിയില്ലാത്ത കഴിവില്ലായ്മയിൽ നിന്നാണ്. അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കടബാധ്യതയിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അവിടെ അദ്ദേഹത്തിന് പണം കണ്ടെത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക്
നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഒരു കടമുണ്ടാകുന്ന കഴിവ് പോരാ നമുക്ക് ആ ബാധ്യതയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ ഓരോ വ്യക്തിയും എന്താണ് പുതിയതായ ഒരു തീരുമാനം എടുക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ഇന്നത്തെ കഴിവ് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു പുതിയ സാഹചര്യത്തെ കണ്ടെത്തുക. അങ്ങനെ ഒരു അവസരം നമുക്ക് മുമ്പിലേക്ക് വരുന്നൊരു സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എത്രമാത്രം നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുമോ, നമുക്ക് പണം കണ്ടെത്താനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കാൻ കഴിയുമോ, എങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഇന്ന് അദ്ദേഹത്തിനുള്ള കടബാധ്യതയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഒരു മനുഷ്യന്റെ ജീവിത രീതിയിൽ ആവശ്യം, അനാവശ്യം, അത്യാവശ്യം എന്ന് കാറ്റഗറി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലി ബഡ്ജറ്റിനെ അദ്ദേഹം തരംതിരിക്കുക. ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ച്, ഒരു മിഡിൽ ക്ലാസ് മനുഷ്യനെ സംബന്ധിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ അദ്ദേഹം പണം ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്ന പണം എത്രയാണോ അതിനനുസരിച്ച് അദ്ദേഹം എപ്പോഴും ജീവിക്കാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു പണക്കാരനെ സംബന്ധിച്ച് ആവശ്യത്തിന് മാത്രം, അത്യാവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുന്ന ആളുകളാണ് കൂടുതൽ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ഫാമിലി ബഡ്ജറ്റ് തരംതിരിക്കണം. ആവശ്യത്തിനും അദ്ദേഹം ചെലവഴിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. അനാവശ്യത്തിന് ചെലവഴിക്കാനേ പാടില്ല. അത്യാവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുകയും പണം കണ്ടെത്താനുള്ള നമ്മളെ കഴിവിനെ, ഏണിംഗ് എബിലിറ്റിയെ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഇന്ന് അദ്ദേഹം നിലനിൽക്കുന്ന കടബാധ്യതയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുകയും നല്ലൊരു ലൈഫ് കണ്ടെത്താൻ കഴിയുകയും ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു അവസരമാണ് നിങ്ങൾക്ക് പേൾ ബെയിൻ ഇന്റർനാഷണൽ തരുന്നത്. ഇവിടെ ഒരു ചെറിയ തുക കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ 6 പ്രൊജക്റ്റിന്റെ ഭാഗമായി മാറാം. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വരുമാനം കണ്ടെത്താൻ കഴിയും. PVC മെറ്റ മൾട്ടിപർപ്പസ് ടോക്കൺ എന്ന് പറയുന്ന ഈ ഒരു NFT ടോക്കൺ, എല്ലാ ടോക്കണുകളും ഏതെങ്കിലും ഒരു സ്റ്റേബിൾ കറൻസിയുടെ പേരിലാണ് പ്രവർത്തിക്കുക. ഇവിടെ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ബിസിനസ് എന്ന് പറയുന്നത് USDT ആണ് ഇതിന്റെ പേർ. അതൊരു ഡോളറാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ചെലവഴിച്ചുകൊണ്ട് ഒരു വിദേശ നാണ്യം, ഡോളർ സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് പേൾ ബെയിൻ അവതരിപ്പിക്കുന്നത്. ഇതിന് നിങ്ങളെ സഹായിക്കാൻ ഒരു സിസ്റ്റമുണ്ട്, 6 പ്രൊജക്റ്റുകളുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനെടുക്കുന്ന ഒരു തീരുമാനം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായി ഞാൻ വിലയിരുത്തുന്നത്. വളരെ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും നിങ്ങൾക്ക് മാക്സിമം ഒരു 6 മാസം, 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് സിസ്റ്റം അവതരിപ്പിക്കുന്നത്. ഈ ഒരു 6 പ്രൊജക്റ്റിന്റെ ഭാഗമാവാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തിലെ ഒരു നമ്പർ 1 ബിസിനസ് അവസരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പരസ്പരം പഠിച്ചുകൊണ്ട്, പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഇവിടെ നിങ്ങളെ സഹായിക്കാൻ ഒരു സിസ്റ്റം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. സോഷ്യൽ മീഡിയ പ്രൊജക്റ്റ് വരാൻ പോവുകയാണ്. ആ സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ PVC മെറ്റ മൾട്ടിപർപ്പസ് ടോക്കൺ എന്ന് പറയുന്ന ഭാവിയിലെ പണം ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പോകുന്നു. അതിൻ്റെ കൂടെയാണ് മൊബൈൽ നെറ്റ്വർക്ക്. നമുക്കറിയാം, 1 വേൾഡ് 1 സിം എന്ന് പറയുന്ന രീതിയിൽ ഒരു മൊബൈൽ നെറ്റ്വർക്ക് $1 മില്യൺ ഇൻഡസ്ട്രി ഓപ്പൺ ആവാൻ പോകുന്നു. അതിൻ്റെ കൂടെയാണ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. നമുക്കറിയാം, പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രോഗ്രാമാണ് ഗെയിമിംഗ് എന്ന് പറയുന്നത്. അസറിയോൺ, സ്പിൽ ഗെയിംസ്, അങ്ങനെ മെറ്റാവേഴ്സ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ഗെയിമുകൾ നമുക്ക് PVC മെറ്റ മൾട്ടിപർപ്പസ് ടോക്കൺ ഉപയോഗിച്ച് ചെയ്യാം.
ഏറ്റവും അവസാനം നമുക്ക് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. ഇ കോമേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ചിന്താ പദ്ധതികളെ, നമ്മുടെ സാധ്യതകളെ മുഴുവൻ ഇന്ന് തീരുമാനിക്കുന്നത് ഇ കോമേഴ്സ് ആണ്. നമ്മുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രവർത്തനത്തിലൂടെ ലോകം വലിയ മാറ്റങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് നിലവിലുള്ള നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു അവസരമാണ് പേൾബെൽ ഇന്റർനാഷണൽ. നിങ്ങൾക്കതറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അയച്ചു തരുന്ന ഒരു വ്യക്തിയുമായി പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.